ഹലോ, ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ? ഇന്ന് നമുക്ക് ഓഫീസിന് ഓഫാണ്. കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ട്രിപ്പ് വൺ ഡേ. അപ്പോൾ ഇത്രയും പേരാണ് പോകുന്നത്. അല്ല, ഇനി 2 പേരുടെ വരാനുണ്ട്. അപ്പം മഴക്കോട്ടൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടുണ്ട്. കളർഫുള്ളായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന വൺ ഡേ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. അരീക്കൽ വാട്ടർഫാൾസ്, അരീക്കൽ കേവ്സ്, ഭൂതത്താൻകെട്ട് ഡാം, ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിൽ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ പ്ലാനിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു 4 ഇരുചക്ര വാഹനത്തിൽ യാത്ര തിരിച്ചു. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് തുടക്കം. വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഞാനാണല്ലോ എൻ്റെ ക്യാമറമാൻ. അങ്ങനെ ആൻ ഇന്ത്യൻ ഗ്രീൻ ലേഡി വീണ്ടും ഒരു യാത്ര പോവുകയാണ്. മുമ്പ് പോയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു യാത്ര. അതായത് അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ പണ്ട് പോയിട്ടുണ്ട്. വെള്ളമില്ലാത്തതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് അവർ പറഞ്ഞതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല മഴയുള്ള സമയമാണ്. ഈ സമയത്താണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകേണ്ടത്. പക്ഷേ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമ്മൾ ഇങ്ങനെയുള്ള വാട്ടർഫാൾസ് കാണാനും നീന്താനും ഒക്കെ പോകാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയുകയാണ്. നല്ല മഴയായിരുന്നു. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കി വെക്കുക, താത്തു വെക്കുക, ഇത് തന്നെ പരിപാടി. അങ്ങനെ നമ്മൾ സ്പീഡിൽ പോയി. നല്ല മഴയായിരുന്നുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി വെറുപ്പിക്കണ്ടല്ലോ പിന്നെ നമ്മൾ അങ്ങ് പോയി. അപ്പോൾ അരീക്കൽ ലക്ഷ്യമാക്കി പോവാണ്. ഒരുപാട് വെറുപ്പിക്കുന്നതിന് മുമ്പ് അരീക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് അരീക്കൽ വെള്ളച്ചാട്ടം. അവരൊരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 20 രൂപ വാങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പാസ് അത് കൊടുത്തിട്ട് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. ഏകദേശം പോവാം. ഇതാണ് നിർദ്ദേശം. ഞാൻ കണ്ടോ, എൻ്റെ പുറകിൽ കാണുന്ന ബോർഡ് കണ്ടോ? ഇതൊക്കെ നോക്കി അനുസരിച്ചിട്ട് വേണം സഞ്ചാരികൾ പോയിട്ട് വരാൻ. ഞാനെല്ലാം ഒന്നും വായിച്ചില്ല, കുറച്ചൊക്കെ വായിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്നും വായിച്ചില്ലെങ്കിലും വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇടരുത്. നല്ല സൂപ്പറായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടോ, അതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. എല്ലാവർക്കും അറിയാവുന്നതാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റുന്നതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് അവിടെ വന്നതുകൊണ്ടും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പറയാൻ മറന്നുപോയി. ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. കണ്ടോ? അത് എൻ്റെ ചാനലിൽ കൂടി ഇതുവരെ അരീക്കൽ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. അല്ലാതെ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് വീഡിയോസൊക്കെ കാണാം. അപ്പം നമ്മളിതിനു മുമ്പ് കണ്ടേക്കുന്ന 3 വെള്ളച്ചാട്ടങ്ങളാണ്. റിപ്പിൾ വാലി, അതുപോലെ തന്നെ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, പിന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇപ്പം ഞാൻ 4ാമത്തെ വെള്ളച്ചാട്ടം കണ്ടു. അതായത് അരീക്കൽ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ ഇറങ്ങുന്നില്ലാന്ന് തീരുമാനിച്ചാണ് വന്നത്. എനിക്ക് നനഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുകൊണ്ടാണ് വന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്നില്ലാന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ വെള്ളച്ചാട്ടം മേളിൽ നിന്ന് നമ്മളെ നോക്കി താഴേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ എൻ്റെ താഴെ പോയി നിൽക്കാൻ വേണ്ടി തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ മുഖം കാണിച്ച് വെറുപ്പിക്കുന്നതല്ല, എൻ്റെ ബാക്കിലുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മഴയത്ത് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം താഴെയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം താഴെ പോയി നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാൻ ധൃതി പിടിക്കല്ലേ. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഓറഞ്ച് ഇട്ടുള്ളതാണ് മഞ്ജിമ. അവൾ ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഇറങ്ങാൻ വേണ്ടി തോന്നി. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല ഗൈസ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇറങ്ങിയില്ല. നനയാൻ വയ്യ. പിന്നെ സൈഡിലൊക്കെ നിന്ന് കുറേ നേരം ആസ്വദിച്ചു. എന്നാലും ഇറങ്ങി കേട്ടോ കുറച്ച്. പിന്നെ എന്തൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഒരുപാട് പിള്ളേരും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ വരുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് കുറേ നേരം അടിപൊളിയായിട്ട് ചാടുന്ന കണ്ടപ്പോൾ എനിക്കും ചാടാൻ തോന്നി കേട്ടോ. കുത്തിയിരിക്കുന്നുണ്ടല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ. നല്ല വെള്ളമായതുകൊണ്ട് അധികം ആൾക്കാർ താഴേക്കൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെയാണ്. കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വാട്ടർഫോൾസിനെ നല്ല അതിമനോഹരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാ രസമാണ് നോക്കിക്കോ. എൻ്റെ പൊന്നോ, ഇതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഓർമ്മ വരും. നമ്മളിങ്ങനെ കുറേ കാലം പിന്നിലേക്ക് പോവും. നോക്കൂ, നമുക്കൊരു അവസരം കിട്ടിയുണ്ടല്ലോ, നമ്മളൊരു ട്രിപ്പ് പോകണം. നമുക്ക് എപ്പോഴും ഒന്നും ട്രിപ്പൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് അരീക്കൽ വാട്ടർഫാൾസിൻ്റെ വേറൊരു വ്യൂ. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകണേ, നമുക്ക് അധികം സമയമൊന്നുമില്ല. നനഞ്ഞ് കുതിർന്ന അവരോട് ഞാൻ ചോദിച്ചു ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർക്ക് അറിയത്തില്ല, ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിതിനെ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ, പോയി വണ്ടിയെ കയറിയിട്ടുണ്ട്.
അടുത്ത സ്ഥലത്തേക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അരീക്കൽ കേവ്സ് കാണാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ വഴിയെ പോകുന്നൊന്നും അധികം കാണിക്കണ്ടല്ലോ, ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പിന്നെ കൊച്ചിരീക്കൽ ഗുഹയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ചെറിയൊരു പാസ്, നല്ല രസമാണ്. ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ മഴക്കാലത്ത് നമ്മൾ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ കയറി നല്ല സൂപ്പർ ചായ, വിത്തൗട്ടാണേ, നമുക്ക് മധുരം ഇഷ്ടമല്ല. അങ്ങനെ നമ്മളൊരു വിത്തൗട്ട് ചായയൊക്കെ കുടിച്ച് സെറ്റാക്കി പോവാണ്. താഴെ ഇറങ്ങി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ പാസ്സൊക്കെ എടുത്തു കേട്ടോ. രണ്ട് അമ്മച്ചിമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ പാസ്സൊക്കെ എടുക്കണം. ഇല്ല അങ്ങോട്ട് ഇറക്കി ഇവിടത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ദോ ആ കാണുന്നതാണ് കുളം. ധൃതി പിടിക്കല്ലേ, ഇറങ്ങിപ്പോ വാ. ആ താഴെ അമ്മച്ചി അലക്കുന്നുണ്ട്. അതാണ് കൊച്ചരീക്കൽ ഗുഹ. വലിയ മരം മറിഞ്ഞ് കിടപ്പുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിലൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. ഇപ്പം തെന്നി അളിഞ്ഞ് കിടക്കുവാണ്. തെന്നി വീഴാതെ നോക്കിയാൽ നടു പോകാതിരിക്കും. ഇതാണ് കൊച്ചരീക്കൽ ഗുഹ. നല്ല തെളിഞ്ഞ വെള്ളം. ഇത് മേളിലത് കെട്ടി നിർത്തിയിട്ട് കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് മേളിലേക്ക് പോകരുത്, താഴെയുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഞാൻ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. രണ്ട് ഫോട്ടോ കിട്ടാൻ വേണ്ടിയുള്ള പ്രഹസനമാണ്. എൻ്റെ പൊന്നോ, കിട്ടിയൊന്നുമില്ല. പോരാത്തതിന് തെന്നി വീണു. എന്നാ ചെയ്യാനാ. അങ്ങനെ ഗുഹയൊക്കെ കണ്ടു. ഈ വാ ഇങ്ങോട്ട്, വേറെ കുറച്ച് സ്ഥലം കാണിക്കാനുണ്ട്. വാ, ഇതാണ് കുളം. നീന്താൻ അറിയാവോ? നീന്താൻ അറിയാമെങ്കിൽ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇത് അതുപോലെ കരയ്ക്ക് നിൽക്കാം, കരയ്ക്ക് ഇരിക്കാം. നല്ല രസമാണ് കേട്ടോ. ഒരു വനത്തിൻ്റെ നടുക്കൊരു കുളം ഉണ്ടായിട്ട് അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. എനിക്ക് നീന്താനൊന്നും അറിയത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. പക്ഷേ ഈ വെള്ളം, നല്ല തണുത്ത വെള്ളം, മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കൊച്ചു വെള്ളച്ചാട്ടം, മിനിയേച്ചർ, നല്ല സുഖമായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ആസ്വദിക്കേണ്ട സാധനങ്ങൾ. നമ്മൾ വീടിനകത്ത് മഴയത്ത് പൊറിച്ച് മൂടിയെന്ന് ഇതൊക്കെ കിട്ടുമോ? ഇല്ല. മഴയെ ആസ്വദിക്കാൻ പറ്റുന്നവൻ മഴയത്ത് ട്രിപ്പ് പോകണം. പക്ഷെ അപകടത്തിലൊന്നും പോയി ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കുമ്പോൾ ഒരു കുരു, ശരി കുരുവല്ല കേട്ടോ, ഇത് കുടംപുളിയാണ് ഗൈസ്. നമ്മുടെ മീൻകറിക്കകത്തൊക്കെ ഇടുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ട്, എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ. നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ആരൊക്കെയോ നീന്തുന്നതൊക്കെ കുറേ നേരം കണ്ട്. കുളിസിയും കണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് കംപ്ലീറ്റ് മിനറൽസാന്ന് പറയില്ലേ, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ചാർലി സിനിമയിൽ. അങ്ങനെ കുടിക്കാൻ വേണ്ടി പോയിരുന്ന. അപ്പോൾ ആരോ പറഞ്ഞു വല്ല വീടിൻ്റെ പുറകിൽ നിന്ന് വരുന്നതായിരിക്കും, അതുകൊണ്ട് കുടിക്കണ്ടെന്ന്. വേണ്ടല്ലേ, ഇന്നലെ പുഴുവിനെ കടിച്ച പോലെ ഇത് നമുക്ക് കുടിക്കണ്ട. ഇനി നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവരും വിക്ടറിയൊക്കെ കാണിച്ചു, ഇനി പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഈ മരങ്ങളെയും പ്രകൃതിയെയും ആകാശത്തെയും മഴയും വെള്ളത്തെയും ഉറവ വെള്ളത്തെയൊക്കെ ഒന്ന് നോക്കി സലാം പറഞ്ഞു കയറിയപ്പോൾ ഇതാണ് അരണയുടെ കുഞ്ഞ്. കണ്ടിട്ടില്ലേ? കണ്ടോ? അയ്യോ, അവർ പോയി. ഇനി ഓടിച്ചെല്ലണം. അങ്ങനെ ഓടിച്ചെന്ന് ബൈക്കിൽ കയറി പോവാണേ. ഇതുവഴിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ കൈതച്ചക്കകൾ ഉണ്ടാകുന്ന പറമ്പുകളാണ് കേട്ടോ മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെയൊക്കെ ഇനി വെക്കാനായിട്ട് വേറെ കൃഷിയൊന്നുമില്ല, എല്ലാം ഉണ്ട് കേട്ടോ. റബ്ബർ, കാപ്പി, കൈതച്ചക്ക എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പിറവ റൂട്ടിലാണ് കേട്ടോ, നമ്മൾ മൂവാറ്റുപുഴ പിറവ റൂട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലം ഡിവൈറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു ഇതുവഴി പോയാൽ അതേ ഒരു വഴിയിലെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ലോ മോഷനിൽ ചെല്ലുവാണ് കേട്ടോ. ശൂലം വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളൊക്കെ റീൽസോളികളാണല്ലോ, റീൽസ് കണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ശൂലം വാട്ടർഫോൾസ് ഒന്നും കണ്ടില്ല. ഒരു ചെക്ക് ഡാമും ഉണ്ട് കേട്ടോ. ഈ ചെക്ക് ഡാമും ഇതുപോലെ തന്നെ ശൂലം നദീ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ്. അതിനകത്തൊന്നും ഇറങ്ങാൻ പാടില്ല. പക്ഷേ എനിക്ക് പേടി വന്നൊരു സാധനമുണ്ട്. ഇത് പക്ഷെ നല്ല രസമാണ് കാണാൻ കേട്ടോ. കുറച്ച് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിപൊളി, അല്ലെങ്കിലും അടിപൊളി കേട്ടോ. ഒരു പാറമടയാണ്, പാറമട കയോ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കാര്യസ്ഥൻ സിനിമയോ പിന്നെ ഏതൊക്കെയോ സിനിമയൊക്കെ ഓർമ്മ വന്ന് ഞാനിനി ഉറക്കത്തിൽ ഇതിനകത്ത് അല്ല മുക്കിക്കൊല്ലും സ്വപ്നം കാണുമോന്നാണ് എൻ്റെ പേടി. അടിപൊളിയായിരുന്നു, ഭംഗി, എന്ന രസമല്ലേ. പക്ഷെ അപകടം നിറഞ്ഞാന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. അതിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ പോയി നിൽക്കുന്നതൊക്കെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോട്ട് സർവീസൊക്കെ നടത്തുവാണെങ്കിൽ നല്ലൊരു ഇൻകം ആയിരിക്കും ഗവൺമെൻറ്റിന്. ഏകദേശം ഫ്രീ ആയിട്ടൊരു ഉപദേശം കൊടുത്താൽ കേട്ടോ. അങ്ങനെ ഇനി ഇവർ എന്നാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയോ, അതായത് ഇനി അടുത്ത സ്ഥലം ക്യാപ്ചർ ചെയ്യുക ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ പാറമടക്കയത്തിലെ വെള്ളത്തിൻ്റെ ഭംഗി വീണ്ടും ഇങ്ങനെ ആസ്വദിക്കാനാണ്
എനിക്കപ്പോൾ തോന്നിയത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിക്ടറി കാണിക്കുന്നുണ്ട്, ഒന്നും തോന്നല്ലേ. ഞാൻ കേൾക്കുന്നുണ്ട് അവരുടെ ഡിസ്കഷനൊക്കെ. ഏകദേശം അവരുടെ ഡിസ്കഷൻ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇത് എന്നാ രസമല്ലേ കാണാൻ. വീണ്ടും വീണ്ടും ഞാനത് പറഞ്ഞ് വെറുപ്പിക്കുമോ. ഒന്നുകൂടെ കണ്ടോ വേണമെങ്കിൽ. ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ നിന്ന ആ വഴിയുടെ ഓപ്പോസിറ്റ് വേറൊരു വഴി കണ്ടു. അവിടെ എന്നാ സംഭവം എന്നൊന്ന് നോക്കണ്ടേ, പോവുകയാണേ. ഇനി അവിടെയും ഇതുപോലെ തന്നെ പാറമടയും വെള്ളമൊക്കെ ആണെങ്കിലോ, വേറെ എന്തെങ്കിലും കാഴ്ചയാണെന്ന് ഓർത്ത് ഞാൻ വേഗം നടന്നു. നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്താലും മരം പെയ്തുകൊണ്ടിരിക്കും, അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. താഴോട്ട് എന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല കേട്ടോ. അവിടെ ഒരു കൃഷിസ്ഥലമാണ്. ഒരുപാട് കൈതയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, കൈതച്ചക്ക. അത്രേ ഉള്ളൂ. ചമ്മിപ്പോയി. തിരിച്ചു പോവാ വാ 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 പോയേക്കാം. സമയമില്ല, നമുക്ക് സമയമില്ല. നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ചക്കിപ്പാറ പോവാന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ കയറിയതാ, പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈ ഷോ. കുറച്ചു നേരമായി ഒരു പൂ കൊടുത്ത് ചെവി വെച്ചു. ഇങ്ങനെയുണ്ട് ഗൈസ്. ചെമ്പരത്തിപ്പൂവാണ് നല്ലതെന്നായിരിക്കും ചിലരൊക്കെ വിചാരിക്കുന്നത്. ശരി, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയാണ്. ഭയങ്കര വിശപ്പ്. ഇനി നമുക്ക് പോകാൻ പറ്റുന്ന ടൗൺ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ടൗണാണ് കേട്ടോ. ഇത് മാറാടിയാണ് സ്ഥലം. അവിടെ നമ്മൾ മൂവാറ്റുപുഴ ടൗണിൽ ചെന്നിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു ഐറ്റം കഴിക്കാനുണ്ട് കേട്ടോ. ഇത് എനിക്ക് അങ്ങ് ക്യാപ്ചർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. നല്ലൊരു അമ്പലം, പാടം, വെള്ളം. നല്ല രസം. പിടിക്കണ്ട. ഞങ്ങളെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അതിനിടയ്ക്ക് ഞാനിങ്ങനെ വെറുതെ ഒന്ന് എടുത്താണ് കേട്ടോ. പിടിക്കണ്ട. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ ചെല്ലും. അതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ക്ലബ് ഷവായ നമ്മൾ പോയിട്ടുണ്ട്. എറണാകുളത്ത് ക്ലബ് ഷവായയിൽ പോയിട്ടുണ്ട്. തൊമ്പടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മസാല ഷവായ കഴിച്ചാലോ? ഏത്? അങ്ങനെ ചെന്ന് ഈ ബൾബ് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. ക്ലബ് ഷവായ എന്നെഴുതിയ ബോർഡിൻ്റെ മുമ്പിൽ കൂടെ മേളിലേക്ക് കയറി പോവുകയാണ്. വിശന്നിട്ടാന്ന് തോന്നുന്നു. നീമ ഡേവിസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതാണ് നീമ ഡേവിസ്. അങ്ങനെ ഞാനും ചാടി കയറിപ്പോയി. അവിടെ ചെന്ന് അവരുടെ മെനു കണ്ടു. എല്ലാം കണ്ടെങ്കിൽ ലാസ്റ്റ് ഷവായ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ആദ്യം റൈസ് വന്നു. പിന്നെ മയോണൈസൊക്കെ നേരത്തെ അവിടെ കുത്തിയിരിപ്പുണ്ടായിരുന്നു, വേണമെങ്കിൽ എടുക്കാം. എല്ലാവരും മഴയൊക്കെ നനഞ്ഞ് തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ തേടി മസാല ഷവായ വന്നേക്കുവാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഈ കോഴിയെ ഒന്ന് നമിച്ച ശേഷം നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല വിശപ്പുണ്ട്. രാവിലെ 2 മുട്ട പിഴുങ്ങിയത് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ റൈസ് എടുത്ത് കഴിച്ചു. പിന്നെ ഈ മസാല നുള്ളി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്കാണ് നല്ല ടേസ്റ്റ്. പിന്നെ ക്ലബ് ഷവായോട് യാത്രയൊക്കെ പറഞ്ഞ് അടുത്ത സ്ഥലം നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയേക്കാണ്. പെരിയാർ നദീതട ജലസേചന പദ്ധതി. കറക്റ്റല്ലേ? കറക്റ്റ്. അങ്ങനെ വന്നു. അതായത് ഭൂതത്താൻകെട്ട് ഡാം. ഈ ഭൂതത്താൻകെട്ട് ഡാമിന് ഒരു ചരിത്രമുണ്ട്. പഴയ ഒരു ഐതിഹ്യം. അതായത് ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലത്തിലെ ഉത്സവം മുടക്കാൻ വേണ്ടി അവിടുത്തെ ഈ നെഗറ്റീവ് എനർജി, അതായത് ഭൂതങ്ങളെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, അവരെയാണ് ഈ കല്ല് വെച്ച് ഈ ഡാം ഇങ്ങനെ ഒരു തടയണ പോലെ ഉണ്ടാക്കി ആ ഉത്സവം മുടക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ഐതിഹ്യമാണ്. പക്ഷേ 1964 കേട്ടോ ഈ ഡാം ഇവിടെ പണിയുന്നത്. വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചാടി തുള്ളി പോവാണ് തവളയെ പോലെ. വീഡിയോ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അവർ വീണ്ടും ഡിസ്കഷനാണ്. ഇതിൻ്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമാണ് പോകുന്നത്. ആ പാലം കണ്ടോ? ആ പാലം ഇത് പെരിയാറാണല്ലോ. പെരിയാറിന് കുറുകെ നിർമ്മിച്ചാണ് ആ പാലം. അവിടെ നിന്നിട്ട് നമ്മൾ ഈ ഡാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡാമിൻ്റെ ഇവിടെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ വെള്ളം തുറന്നു വിട്ടേക്കുന്നതൊക്കെ നോക്കി നിന്നു കുറേ നേരം. മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് മഴ. ഈ മഴ അങ്ങ് ആസ്വദിക്കാൻ നമുക്ക്. ആ ഒരു ആവേശം കൊണ്ട് ബാഗ് വരാൻ മറന്നുപോയി കേട്ടോ. മഴ ഇങ്ങനെ ആസ്വദിക്കാൻ നല്ല രസമാണ്. പിന്നെ മഴ പലതരത്തിലാണ് ഓരോരുത്തർക്ക് ആസ്വദിക്കാൻ പറ്റുക. വീടില്ലാത്തവന് അങ്ങനെ, പിന്നെ ടെൻഷൻ ഇല്ലാത്തവന് എങ്ങനെ വേണമെങ്കിലും, അങ്ങനെ പലതരത്തിലും നമുക്ക് മഴ ആസ്വദിക്കാം. മഴ കഷ്ടപ്പാട് കൊടുക്കുന്നവരുണ്ട്, മഴ രസം കൊടുക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും
നമുക്ക് കഷ്ടപ്പാടുള്ളപ്പോഴും ഞാനിതുപോലെ തന്നെ മഴ ആസ്വദിക്കാറുണ്ട്. നമുക്കൊരവസരം കിട്ടിയാൽ നമ്മളിതുപോലെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കെല്ലാം മറന്ന് ആസ്വദിക്കാം, എൻജോയ് ചെയ്യുക. സ്ട്രെസ്സൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു യാത്ര പോവുക ഗൈസ്. ഇതുപോലൊന്ന് മഴ നനയുക. ചിലപ്പോൾ ഉള്ളിലുള്ളതൊക്കെ ഈ മഴയത്തങ്ങ് ഒലിച്ചു പോയാലോ. അതായത് നമ്മുടെ നെഗറ്റീവ്സ്, നമുക്ക് ഉള്ളിലുണ്ടാകുന്ന വിഷമങ്ങൾ, അതൊക്കെ. സോറി, മോട്ടിവേഷൻ ക്ലാസ് ഒന്നും അല്ല കേട്ടോ. മഴ നനഞ്ഞ് കഴിഞ്ഞു, സൂപ്പറായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മഴ നനയാൻ വേണ്ടി. പണ്ടിങ്ങനെ കോട്ടൊന്നും ഇടാതെ തന്നെ മഴ നനയായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പനിയായിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. ഡാൻസല്ല, വെറുതെ ഒരു ഓട്ടം. എങ്ങനെയുണ്ട്? ഇതാണ് നിങ്ങൾ ആദ്യം കണ്ട ഓട്ടം. അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ പരിസര പ്രദേശത്തൂടെ ഇതുപോലെ ഓടിയിട്ടുണ്ട്. അപ്പോൾ പുതുത്താങ്കെട്ട് ഡാമിൻ്റെ പുറത്തൂടെയും ഇതേപോലെ ഓടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഴയത്ത് നമ്മൾ എൻജോയ് ചെയ്തു. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു, 1 ഡേ ട്രിപ്പ്. ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ല. ഞങ്ങൾ ഇത്രയും പേരാണ് വന്നത് കേട്ടോ. ഞങ്ങൾ അക്കൗണ്ട്സുകാരുണ്ട്, ഇക്കോങ്കാരുണ്ട്, കാർഡുകാരുണ്ട്, ഓഡിറ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഒരു ദിവസം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രാവലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്കിനി കാണാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഫോട്ടോസാണേ. അത്രയേ ഉള്ളേ. ബൈ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ഗൈസ്.